ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗ്ലാസ്സിനേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു അളവിനകത്താണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്ക്വയറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇടുന്നത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഞാനിവിടെ ഒറ്റ പീസായിട്ടാണ് കാണിക്കുന്നത്, ചെറിയൊരു അളവിൽ കേട്ടോ. 2 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, 4 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് സ്ക്വയർ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കോർണർ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ടിലോട്ട്. എന്നിട്ട് നമുക്ക് ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ ഷേപ്പ് പോലെ ഇരിക്കുന്നില്ല ഇപ്പം, അതുകൊണ്ടാണ് കേട്ടോ അതിന് ഗ്ലാസ് നെക്കിന് പേര് വന്നത്. അല്ലെങ്കിൽ ഒരു ബക്കറ്റിൻ്റെ ഷേപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പീസ് വെച്ചിട്ട് മറ്റൊരു തുണിയിൽ, അതും ഒരു സ്ക്വയർ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ആ ഒരു പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക അതേ അളവിന്. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വെച്ചിട്ട് കൂടുതൽ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് താഴേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം അടിഭാഗത്തുള്ള സ്ക്വയർ കട്ട് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ മുകളിലെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷേപ്പ് കേട്ടോ, ഗ്ലാസിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ ഷേപ്പായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വശത്ത് 1/4 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്വയർ ആയതിൻ്റെ പേരിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അറ്റഭാഗം വരുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് തിരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയണ കാര്യമാണ്, ഞാനതിലൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം 3 ഭാഗങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല പീസിൻ്റെ ഭാഗം എടുക്കാം കേട്ടോ. നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുക. നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് വരാം ഫേസിങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ ഉള്ളിലായിട്ടാണ് നല്ല വശങ്ങൾ വരാം. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോർണർ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അതിൻ്റെ അറ്റങ്ങളിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നഖം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഗ്ലാസ്സിനേക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത നെക്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഫേസിങ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ലൈനിങ് ഉള്ളതാണെങ്കിൽ ആ ലൈനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്ലാസ് നെക്ക്, സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.